ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രേണുസുതിയുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ സ്ത്രീക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരോടുള്ള പകയും വിദ്വേഷവും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. മറ്റൊന്നുമല്ല, രേണുസുതിനെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു എന്ന തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ പുതിയതായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ സുഹൃത്തായിട്ടുള്ള സജീന തന്നെയാണ് ഈ ഒരു വിവരം സോഷ്യൽ മീഡിയയിലേക്ക് പങ്കുവെച്ചത്. ഇതിനെ തുടർന്ന് ഈ വീഡിയോ കണ്ട ഞാൻ അവരുടെ മറ്റൊരു സുഹൃത്തിനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ഇന്ന് രാവിലെ മുതൽ അവരുടെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടുന്ന് അവരെ ICUവിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു. അത്രത്തോളം അവരുടെ അവസ്ഥ മോശമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളാരും ദൈവങ്ങളല്ല, നമ്മളാരും ഡോക്ടേഴ്സ് അല്ല. ഡോക്ടേഴ്സിനും ഒരു പരിധിയുണ്ട്. പിന്നെ തീരുമാനിക്കുന്നത് നമുക്ക് മുകളിലുള്ള വ്യക്തിയാണ്. ആ ഒരു വ്യക്തി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സജീന ചെയ്ത വീഡിയോ ഞാനിവിടെ പങ്കുവെക്കുന്നുണ്ട്. ഹായ് ഹലോ നമസ്കാരം. സജീന വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ ഞാൻ രേണുസുതിയുടെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ചില തിരക്കുകളിലൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു രേണുസുതി ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ വിശദമായിട്ട് അത് എന്തിനാണ് ഏതിനാണ് എന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം എനിക്കും ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ഒരു തിരക്കിലായിപ്പോയി. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇതേ കണക്ക് 2 പ്രാവശ്യം രേണുവിന്റെ ചേച്ചി എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആ സമയങ്ങളിൽ. ഇപ്പം കുറച്ച് ഒരു അരമണിക്കൂറിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, രേണുസുതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് സീരിയസ് ആയിട്ട് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല, ഞാനൊരു വർക്കിലാണ്. പിന്നെ 2 പ്രാവശ്യം രമ്യ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ആ ഫ്രണ്ടിന്റെ അടുത്ത് വേറൊരു ഫ്രണ്ട് പറഞ്ഞെന്ന് ഇതേ കണക്ക് ഏതാണ്ട് ഒരു ചെറിയ രീതിയിൽ ഏതാണ്ട് സീരിയസ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞെന്ന്. അന്നേരം ഞാൻ ഉടനെ തന്നെ രമ്യയെ വിളിച്ചപ്പോൾ രമ്യ ഫോൺ എടുത്തു. അപ്പോഴാണ് സത്യാവസ്ഥ അറിയുന്നത്. പക്ഷെ രാവിലെ തന്നെ ഈ രേണുവിന്റെ അച്ഛനെ വിളിച്ചപ്പം ഇന്ന കാര്യത്തിനാണ് എന്നൊന്നും പറഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല. അപ്പൊ ഇപ്പൊ രേണുവിന്റെ ചേച്ചി എന്നോട് പറഞ്ഞത്, അപ്പൊ രേണുവിനെ രാവിലെ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് അത് രാവിലെ ICUവിൽ അഡ്മിറ്റ് ചെയ്തത്. അതായത് അപ്പം എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഒരു തരത്തിലും ഒരു ഭയങ്കരമായിട്ടുള്ള വേദനയും പിന്നെ വൊമിറ്റിങ്ങും ലൂസ് മോഷനും അതൊക്കെ വാഴത്തണ്ട് കണക്ക് കളന്നങ്ങ് പോകുന്നു. സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, നാക്കൊക്കെ കുഴഞ്ഞ് വരുന്ന ആ ഒരു വല്ലാത്ത അവസ്ഥയെന്ന് എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കീമോ കഴിഞ്ഞാൽ പിന്നെ ആ വേദന താങ്ങാനുള്ളത് ആ ഒരു പവർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് താങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ഇതിൽ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന ഉടനെ അവളെ ICUവിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ഇതുവരെയും ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. ഇപ്പം ഈ നിമിഷം വരെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. അപ്പം 2 ദിവസം അവിടെ കിടക്കണമെന്നാണ് പറഞ്ഞതെന്നാണ് എന്നൊരു ചേച്ചി പറഞ്ഞത്. അപ്പൊ ഇത് എൻ്റെ അടുത്ത് വിളിച്ച് പറയാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, അവക്ക് ഇപ്പൊ എന്നെ കാണുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പം നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു വാർത്ത എത്തിച്ചിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ആദ്യമേ തന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ട്, നമ്മളൊരു വീഡിയോ ഇടുന്നതിന് മുന്നേ ആ പോസ്റ്റ് കാണുന്നവർ കണ്ട്, ഇപ്പൊ തന്നെ ഞാൻ ഇട്ട പോസ്റ്റിന് താഴെ ഒരുപാട് കമന്റ് വന്നു. ദൈവമേ അവൾക്കൊന്നും വരുത്തരുത്, പെട്ടെന്ന് സുഖമായി വരട്ടെ. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത്രയും പ്രാർത്ഥന ആ ഒരു കമന്റിനകത്ത് വന്നു. ചിലര് പറയുന്നു സജീന ഇങ്ങനെ ഇട്ടിട്ടങ്ങ് പോയ സജീന റീച്ചിന് വേണ്ടി ചെയ്യുവാണെന്ന്. ഇപ്പോഴും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവര് അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ മതി. എനിക്കതിൽ യാതൊരുവിധ പരിഭവവും ഇല്ല. കാരണം നമ്മൾ അറിയുന്ന സത്യങ്ങൾ മാത്രമാണ് ഇന്ന് ഈ നിമിഷം വരെ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളത്. ഒരു സംഗതി പോലും ഞാൻ ഇമാജിനേഷൻ ചെയ്ത് ഞാൻ ഒരു വീഡിയോ പോലും ഇന്ന് വരെ ഇട്ടിട്ടില്ല. വേണ്ട എന്ന് തോന്നുന്നത് റിജക്ട് ചെയ്ത് കളഞ്ഞിട്ടേ ഉള്ളൂ. പ്രതികരിക്കേണ്ടുന്നത് അത് രേണുസുതിയുടെ ആയാൽ പോലും പ്രതികരിക്കേണ്ടുന്ന വീഡിയോകളെടുത്ത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ആ ചേച്ചിക്ക് പറയാനുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം ഹെൽത്ത് ബേസ് വളരെ വീക്കാണ് രേണുസുതി. അത് വളരെ വ്യക്തമായിട്ട് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പൊ ആ ഒരു ഫുഡിന് ഇതിനകത്ത് സജീന പറയുന്നത് ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ രേണുസുതിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴും എനിക്കറിയാൻ സാധിച്ചത് ഹെൽത്ത് ബേസ് ആ ഒരു സ്ത്രീക്ക് 10-35 വയസ്സുണ്ടെന്ന് പറയുമെങ്കിൽ പോലും അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10-15 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ ആ സ്ത്രീക്ക് നിലവിലുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ പോലുള്ള ഒരു വ്യക്തിക്ക് ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ ട്രീറ്റ്മെന്റുകൾ താങ്ങുവാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആയിരിക്കും. ഇവർ ഭക്ഷണം നേരെ കഴിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നൊക്കെയാണ് ഇവരുടെ സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇവിടെ ഷെയർ ചെയ്യേണ്ട ഞാൻ തയ്യാറല്ല. ഞാൻ അറിഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഇവർ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇവർ
ഫുൾ ടൈം ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിന് മതിയായിട്ടുള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കീമോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ സിറ്റുവേഷൻ കുറച്ച് മോശമായി എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാലും ഇന്നോ നാളെ ഒന്നും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇവരെ ഡിസ്ചാർജ് ചെയ്യില്ല എന്നാണ് ഞാൻ കോണ്ടാക്ട് ചെയ്ത വ്യക്തി എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഴിയുന്നതും നിങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക, അത് മാത്രം ചെയ്യുക. ഇപ്പോഴെങ്കിലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം ഞാനും അവരെ ഒത്തിരി അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ ടാർഗറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളും എടുത്ത് വെച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം താഴെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ വെളുപ്പിക്കാൻ വരുന്നു. അവരെക്കുറിച്ച് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അസുഖത്തെ പോലും മാനിക്കാതെ അവരെക്കുറിച്ച് മോശം പറയുന്നു. ഇതിനകത്ത് ഏത് കാറ്റഗറിയിലാണ് ഞാൻ പെടുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പക്ഷേ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമന്റ് നെഗറ്റീവ് ഇടരുത്. പകരം അവർക്ക് വേണ്ടി പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക. പറ്റില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യണ്ട. അത്രമാത്രം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ശരിയെന്നോ.